കുഞ്ഞ് ജനിക്കണത് എത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഞാൻ ഇപ്പോൾ ഓർക്കിട്ട് എൻ്റെ കയ്യിൽ സിസ്റ്റം ഇവിടെ അവനങ്ങോട്ട് തന്നവളെ, അതായത് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് തന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടല്ലോ. അത് നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ല അനുഭവം. പക്ഷെ അതിലൊക്കെ ഉപരി അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആളുടെ മനോവികാരങ്ങൾ എന്തിട്ടാന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയില്ല. ആൾക്കും നല്ല സന്തോഷം ഉണ്ടായിരിക്കും, പക്ഷെ ആള് പോലും അറിയാണ്ട് ആളുള്ള പലതരം ചിന്തകൾ വരാറുണ്ട്. ലൈക്ക്, ഞാനൊരു നല്ല അമ്മയാണോ, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു അമ്മയാവാൻ പറ്റുമോ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കുറെ പ്രതീക്ഷകൾ, പിന്നെ കുറെ ഡൗട്ടുകൾ. അങ്ങനെ ആള് വല്ലാണ്ട് ഒരാളോട് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത തക്കം അത്രയും തരത്തിലുള്ള എന്താ പറയാ ഒരു മനോപ്രയാസത്തിലാണ് ആയിരിക്കാം, അല്ലെങ്കിൽ ആവാം, ആണെന്ന് വേണമെങ്കിലും പറയാം. പലരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതെ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം. ഇന്നത്തെ നമ്മുടെ വിഷയമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം. അതെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ വിതുൽ, വെൽക്കം ടു കുട്ടേട്ടൻ വ്ലോഗ്സ്. എന്താണ് PPD അഥവാ പ്രസവാനന്തര വിഷാദ രോഗം, അതും അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, വലിയൊരു സയന്റിഫിക് വേർഡാണ് ഇല്ലേ. പല സ്ത്രീകളും പ്രസവാനന്തര അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളോട് തുറന്നു പറയാൻ എന്താ പറയാ അത്രയും ഫ്രീഡം കിട്ടാത്ത, അത്രയും ഭയങ്കര ക്രൂഷ്യലായിട്ട് അവർ മാനസികമായിട്ട് തളർന്ന് അത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പല സ്ത്രീകളും, പല അമ്മമാരും ഇത് പുറത്തു പറയാൻ പോലും അവർക്ക് ഒരു ഫ്രീഡം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടും അവർക്ക് കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് അല്ലേ, അങ്ങനെ ഒരു കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ ഈ പ്രസവിച്ച അമ്മയുടെയും മാനസിക നിലയും ആരോഗ്യം തുല്യാണ്. കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കാൾ ഒട്ടും കുറവല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ കരയാൻ തോന്നും, എന്താ പറയാ സ്വന്തമായിട്ട് കുറ്റബോധങ്ങൾ കുറെ തോന്നും, കുഞ്ഞായിട്ടുള്ള ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നും ഇല്ലേ. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ്. കുഞ്ഞുണ്ടായത് തന്നെ ആകെ പുലിവാലായല്ലോ, എന്തപ്പോ ചെയ്യാ, ഇനിയിപ്പോ നിന്റെ ബോഡി ഷേപ്പ് ഒക്കെ ആകെ മാറി, ഭർത്താവിന് ഇനി എന്നോട് പഴയ പോലത്തെ സ്നേഹം ഉണ്ടാവോ, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തിങ്സ് അല്ലെ. ബേബി ബ്ലൂസ് ഒക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതൊക്കെ ഒരു പക്ഷെ 1-2 ആഴ്ചകൾക്കുള്ളിൽ അത് ക്ലിയർ ആയി പോകും. പക്ഷേ ഇങ്ങനെയുള്ള തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടനടി തീരുമാനിച്ചോളൂ, ഇത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തന്നെയാണ്. ഇനി പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ അഥവാ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് സിംറ്റംസ് ആണ്. എപ്പോഴും ദുഃഖിതരായിട്ടിരിക്കുക, എപ്പോഴും എന്താ പറയാ സാഡ്, ഒന്നുമില്ല, അനാവശ്യമായി ചിന്തിച്ച് എന്താ, ചിലപ്പോൾ ഒരു പക്ഷെ പാസ്റ്റ് ആയിരിക്കാം, അങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുക. പിന്നെ ഒരു കാരണമില്ലാണ്ട് കരയണം തോന്നുക. കരയാനും പ്രത്യേകിച്ച് റീസണൊന്നും വേണ്ട, എങ്ങനെ അങ്ങോട്ടിരുന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താണ് ഇങ്ങനെ നിന്റെ മോന് എന്തെങ്കിലുമൊക്കെ ആവോ, അല്ലെങ്കിൽ അങ്ങനെ ആയി ഇങ്ങനെ ആവോ, അങ്ങനെയൊക്കെ ഒരു മാതിരി വെറുതെ നെഗറ്റീവായി ചിന്തിച്ചിട്ട് അങ്ങനെ എപ്പോഴും കരയുക. അല്ലെങ്കിൽ ചിലപ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിരിക്കും കരയുണ്ടാവുക. ചിലപ്പോൾ ഹസ്ബൻഡിനായിട്ട് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ചിലപ്പോൾ കണ്ട കരയുക, വെറുതെ കരയുക അല്ലേ. പിന്നെ ഉറക്കമില്ലായ്മ, ഉറക്കം എന്തായാലും കിട്ടാൻ പോകില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ ബേബി ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ ഉറക്കമില്ലാണ്ടിരിക്കുക, അപ്പൊ അത് ഒന്നും കൂടി സ്ട്രെസ് ഇങ്ങനെ കൂടി വരുള്ളൂ. പിന്നെ കുഞ്ഞിനായിട്ടുള്ള ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്താ ഒരു സ്വന്തം ഇത്രയും നൊന്ത് പ്രസവിച്ചതാണെങ്കിലും കൂടെ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് വരിക. തനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നുക, ലൈക്ക് ഒന്നും വേണ്ടായിരുന്നു, എന്തിനപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത, അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകള്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ലോൺലിനെസ് ഫീൽ ചെയ്യുക, ഒറ്റപ്പെട്ടതായിട്ട് തോന്നുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്രതീക്ഷകളും ഇല്ലാത്ത അതേപോലത്തെ ഒരു ചിന്താഗതികൾ വരിക. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കേട്ടോ. ഇനി ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്ത്രീകള് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അനുഭവിക്കാൻ പോകുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. അതില് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് പാർട്ടം കെയറിനെ കുറിച്ച് പറഞ്ഞ പോലെ അതിൽ ഞാൻ കുറച്ച് ഹോർമോണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ അല്ലെങ്കിൽ ഹോർമോണലിന്റെ ആ ഒരു വ്യതിയാനം മൂലം ഇവർക്ക് ഈ ഒരു ഡിപ്രഷനിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതിതീവ്രമായ ക്ഷീണം, ശാരീരികമായ ക്ഷീണം, നടുവേദന, മസിൽ പെയിന്, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു ഒരു കാരണങ്ങളാണ്.
പിന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ, അതായത് പുതിയ ഉത്തരവാദിത്തങ്ങളോടുള്ള സമ്മർദ്ദം. എനിക്കൊരു കുഞ്ഞായി, എനിക്ക് നോക്കണം, എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഒരു കുടുംബം എനിക്ക് എങ്ങനെ, എത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട്, ഒരു കുടുംബം എത്രത്തോളം എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ചെയ്തു കൊടുത്ത പോലെ എനിക്ക് ഇനി അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ അനാവശ്യ ചിന്തകൾ. പിന്നെ കുടുംബാംഗങ്ങളുടെ എന്താ പറയുക, ഒരു പിന്തുണയുടെ കുറവ്, അതൊരു വല്ലാത്തൊരു കുറവാണ്. എല്ലാവരും നിസ്സാരമാക്കി കാണുന്ന സംഭവമാണ്. ഇപ്പൊ പല സ്ത്രീകൾ പ്രസവിച്ച് കിടക്കുന്ന കാണുമ്പോൾ കുടുംബത്തിലുള്ള പല റിലേറ്റീവ്സുകളും പറയണത്, ഞങ്ങൾ പ്രസവിച്ചാണല്ലോ, ഞങ്ങൾക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ, 3-4 സിമ്പിൾ ആയിട്ട് പെറ്റുപോയതാണല്ലോ, പിന്നെ നിനക്ക് മാത്രം തൊട്ട് അല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ. പക്ഷെ ഏറ്റവും എന്താ പറയാ, ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുക. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ആ ആളെ കൊല ചെയ്യണം. അവരത്രത്തോളം മാനസികമായിട്ട് തളർന്നുള്ള കാര്യം നിങ്ങളത് പലപ്പോഴും ചിന്തിക്കാണ്ടാണ് ഈ പറഞ്ഞ പോലെ ചെയ്യണം. ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും പറയണത് ഹസ്ബൻഡിനാണ് അതിന്റെ മോസ്റ്റ് ഒന്നാം സ്ഥാനം എന്ന് ഹസ്ബൻഡ് തന്നെ പറയാം. ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റാത്ത കെയറൊന്നും വേറെ ആരെ കൊണ്ടും കൊടുക്കാൻ പറ്റില്ല. ഹസ്ബൻഡിനെ വേണം. ഇപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് വന്ന കുറെ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ പഠിച്ചത്, അതിപ്പോ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യല്ല, നമ്മളത് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് നമ്മൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എനിക്ക് എൻ്റെ വൈഫിന്റെ ആ ഇമോഷൻസ് ഒക്കെ പണ്ട് എനിക്ക് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് എനിക്കൊരു നോട്ടത്തില് അല്ലെങ്കിൽ ആ ഇരിപ്പിലും ഭാഗത്തിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലാവും. പണ്ടത്തെക്കാൾ ഒരു 100x എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് ഞാൻ വളരെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യണത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരമാണ്. എന്താണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ? വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നിരുന്ന് ഒരാളുടെയും എന്താ പറയാ, ആരുടെയും പോകാണ്ട് തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. അതിലിപ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ആരോടെങ്കിലും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് ഈ അമ്മമാരോടാണ്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കണവരോട്, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ അവർ ജസ്റ്റ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എനിക്ക് നിങ്ങളോടാണ്, നിങ്ങളുടെ ഒരു സ്വന്തം അനിയനോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് പോലെ നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് വിശ്വസിച്ച് ആരെങ്കിലും എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരായാലും ആ വ്യക്തിയോട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. ഞാൻ മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഹസ്ബൻഡിനോട് എന്താ പറയുക തീർച്ചയായിട്ടും പറയണമെന്നാണ്. അതേസമയം തന്നെ എനിക്ക് ഹസ്ബൻഡ്മാരോടും ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ അവൈലബിൾ ആവണം. ഈ വന്ന ഉടനെ സ്ക്രോൾ ചെയ്ത് അത് കണ്ട് ഇത് കണ്ടതിന് മുക്കിൽ ചുരുട്ടി ഇരുത്താ പോലെ. ഭാര്യയുടെ മനസ്സറിയാനും അവരോട് നന്നായിട്ട് സംസാരിക്കാനും അവരുടെ വികാരങ്ങൾ അറിയാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും അവരുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ തിരിച്ചറിയാനും നമ്മൾ അവൈലബിൾ ആയില്ലെങ്കിൽ വേറെ ആരാണ് അവൈലബിൾ ആകുമ്പോൾ. അപ്പൊ ഞാൻ പറയണത് കൂടുതലും ഹസ്ബൻഡ് തന്നെ, അത് എത്ര വലിയ ബിസി ആണെങ്കിലും ശരി, എന്ത് വലിയ കാര്യങ്ങളും ശരി, നിങ്ങൾ ആ ഒരു ചിലപ്പോൾ ഇതിനൊക്കെ വളരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ. പക്ഷെ ആ ഒരു 5-10 മിനിറ്റ് അവരെ എൻ്റെയർ ലൈഫിൽ അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ഏറ്റവും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു സമയമായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹസ്ബൻഡ്സ് എപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ആയാൽ തന്നെ അവർ മെന്റലി ഒരുപാട് റിലാക്സ്ഡ് ആവും. ബാക്കിയുള്ള ബോഡി പെയിനും കാര്യങ്ങളൊക്കെ അത് അവർ സിമ്പിളായിട്ട് റെസിസ്റ്റ് ചെയ്തോളും. നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രയാസത്തെക്കാളും എത്രയോ 10 മടങ്ങ് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അറിയും. അപ്പൊ അതിനൊരു ക്യൂർ കിട്ടിയില്ലെങ്കിൽ, അതിനൊരു ശാന്തത കൊടുത്തില്ലെങ്കിൽ ബാക്കി എന്ത് സഹിച്ചിട്ട് എന്താ കാര്യം, ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിന് സുഖം നിങ്ങൾ കിടന്നുറങ്ങുക, മാമുണ്ണോ ഇല്ലല്ലോ, അതേപോലെയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ഇത്രയും വേദന സഹിച്ച് പ്രസവിച്ച അമ്മമാരുടെ കാര്യം നല്ല ചോദിക്കുക. അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ തന്നെയല്ലേ കൊടുക്കണ്ടേ. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അമ്മമാരോടാണ്. നിങ്ങളെ തന്നെ പരമാവധി കെയർ ചെയ്യാൻ നോക്കുക. കെയർ ചെയ്യാൻ ഇൻ ദ സെൻസ് പരമാവധി ഒറ്റപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഞാൻ എങ്ങനെ എന്തെങ്കിലും ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കണോ, ചിലപ്പോൾ എൻ്റെ മൈൻഡും കാര്യങ്ങളൊക്കെ വല്ല അമേരിക്കയിലെ ജർമ്മനിയിലൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ മാറ്റം നമ്മൾ പരമാവധി ഒറ്റപ്പെടാതിരിക്കുക. അതായത് ഒരു എന്താ പറയാ ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അങ്ങനെ കയറി നമ്മൾ പോലും അറിയില്ല. പിന്നെ എവിടെ അങ്ങോട്ട് പോയി എവിടെയെങ്കിലൊക്കെ എത്തി പെട്ടെന്നായിരിക്കും പിന്നെ തിരിച്ചു വരെ നമ്മളിത് എവിടെ എത്തിയേ.
ആ ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ മൈൻഡ് ഔട്ട് ആയി പോയി, റേഞ്ച് കട്ടായി പോകുന്നൊക്കെ എന്റെ നാട്ടിൽ പറയാറുണ്ട് തൃശ്ശൂരൊക്കെ. കട്ടായി പോയത് ഒരു രക്ഷയില്ല. അപ്പൊ അതേപോലെ ആവാതിരിക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിനെ വെറുതെ ഒന്ന് നോക്കിയ, അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ എൻഗേജഡ് ആയ മതിയാവുള്ളൂ. ഫോൺ അധികം യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല കേട്ടോ ആ സമയങ്ങളിൽ. അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ അത് ഒരു ഒരു അത്ര വലിയ എന്റർടൈൻമെന്റ് ഇല്ല. നിങ്ങൾ പരമാവധി റിയൽ വേൾഡിൽ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ റിയൽ വേൾഡായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഹസ്ബൻഡിന്റെ പിന്തുണയുണ്ട്, കുടുംബക്കാരുടെ പിന്തുണയുണ്ട്, അവനവൻ തന്നെ സ്വന്തമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, എൻഗേജഡ് ആവുന്നുണ്ട്, ഐസൊലേറ്റഡ് ആവില്ലേ, പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഇപ്പോഴും ആ ഒരു വിഷമം നിലനിൽക്കുന്നുണ്ട് എങ്കില് നിങ്ങൾ ഒരു മടിയും കൂടാണ്ട് തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റിന് പോയി കാണും. ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ അത് വെച്ച് ഒരു കാരണവശാലും ഇരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ കുടുംബത്തിനും തന്നെ എൻ്റെ ഫാമിലിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ പോലും അറിയില്ല ഒരു പക്ഷേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു മടിക്കണം? നിങ്ങൾ പോയി നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഹസ്ബൻഡും വൈഫും, നിങ്ങൾ ഭാര്യ ഭർത്താവും ഒരുമിച്ച് കുഞ്ഞിനെ കൊണ്ടുവന്ന് പോയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ കേസ് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഒന്ന് കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി മാറും. ഇത് വളരെ ഈസിയാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഒരാള് നിങ്ങളെ കൊണ്ട് പ്രസവിക്കാം, ഇത്രയും വേദന തിന്നിട്ട് നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പുഷ്പം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു നല്ലൊരു അമ്മയാണ്, അതിലുപരി നല്ലൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുടുംബക്കാരോടാണ്. ഒരു കാരണവശാലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത്. കേൾക്കുക. ഒരമ്മ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമോളാണ്, ആയിക്കോട്ടെ, നിങ്ങൾ പ്രസവിച്ച് തന്നെ ആയിരിക്കും. ഇതൊക്കെ പറയണ കേൾക്കുമ്പോണ്ടല്ലോ ചില അമ്മായിമാർക്ക് എന്നെ കോരി കൊട്ടു, വേദണ്ടത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇവനൊക്കെ എന്തിട്ട് അറിഞ്ഞിട്ടാ. അങ്ങനെയല്ല. ഇത് പല സ്ത്രീകളും എന്താ പറയാ, ഒരാളോട് ഒരു തുറന്നു പറയാൻ കഴിയാത്ത ആ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഇപ്പോഴും പലരും. അതായത് ഈ 2026 പോലും എന്റെ ചേച്ചിമാരും ഉണ്ട് അങ്ങനെ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഒരാളോട് ഒരു കാര്യം പോലും പറയാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നടക്കണ, എന്താ പറയുക, കുഞ്ഞിനെ നോക്കണം, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം, പൊക്കത്തും കൈ പിടിച്ചിട്ട് അടുക്കളയിലെ പണിയും ചെയ്യണം, വീട് അടിച്ചു പണി തുറക്കണം. അവരുടെ മാനസികാവസ്ഥ കേൾക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങൾ ദയവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുക. കാലം മാറി, പഴയ കാലല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണില്ല. അന്നത്തെ കാലല്ല ഇന്നത്തെ കാലം. അന്നത്തെ അവസ്ഥകേടുകൾ വേറെ, ഇന്നത്തെ അവസ്ഥകൾ വേറെ. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കെയർ ആണ്. അവൾ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താതിരിക്കുക, നിങ്ങൾ കേൾക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് സമയം അവർക്ക് വേണ്ടി അവൈലബിൾ ആവുക. നിങ്ങൾ പണിക്കും പോവാണ്ട് ഏത് സമയം പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കാനല്ലാട്ടാ ഞാൻ പറയണേ. ഇമോഷണലി ഒരു ഫോൺ കോള്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകും, എനിക്ക് 4 മാസം ഒരു കിടാവുണ്ട്, ഒരു കുഞ്ഞുണ്ട് എനിക്ക്. ഞാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ്, കഴിച്ചോ, മതി. അവർക്ക് അതൊക്കെ മതി, ഒരു ഹാപ്പിയാണ്. നമ്മളല്ലാണ്ട് അയ്യടാ സ്വത്തേ ചക്കരേ എന്താടാ ചുറ്റുള്ളൂ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ അവരൊന്ന് വിളിച്ച് തിരക്കിയ, അവർക്ക് എന്താ അവസ്ഥ മോളെ, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, പേര് കുറവുണ്ടോ, നടുവിന് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, നീ കഴിച്ചോ, മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഇത്രേ വേണ്ടു. ഇതൊക്കെ വേണ്ടു. ഇത്ര ഞാൻ ഒരു ആഗ്രഹിക്കുന്നത് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അല്ലാണ്ട് അവരിപ്പോ എനിക്കിപ്പോ മസാല ദോശ കഴിക്കണം, ചിക്കൻ ബിരിയാണി കഴിക്കണം, അങ്ങനെയൊന്നും അവർ ആഗ്രഹിക്കില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞോളെ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടാ. അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഇത്തരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊരു പ്രൊഫഷണലി നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് തുറത്ത് പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും നിങ്ങളുടെ എന്താ പറയുക പരിചയമുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫോർമേറ്റീവ്, അവർക്കും ഈ ഒരു അവസ്ഥയിൽ കടത്തുമ്പോഴെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് സഹായമാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ ഒരു മാറ്റം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതല്ലടോ നല്ലത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോകളായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാട്ടെ. അതുവരെയും ബൈ ബൈ.